ഉത്തരായന കാലം ദേവകൾക്കും ദക്ഷിണായന കാലം പിതൃക്കൾക്കും പ്രാധാന്യമുള്ളതാണ്. അതിൽ ദക്ഷിണായന കാലത്തിൽ ആദ്യത്തെ മാസം വരുന്ന അമാവാസിയാണ് കർക്കിടക മാസ അമാവാസി. അന്നേ ദിവസം അനുഷ്ഠിക്കുന്ന കർക്കിടക വാവ് പിതൃതർപ്പണ ക്രിയ ഏറ്റവും ശ്രേഷ്ഠവും ഐശ്വര്യമുള്ളതുമാണ്. മാതൃവംശേ മൃതായേച്ഛ പിതൃവംശേ തഥൈവച ഗുരുശശ്വര ബന്ധൂനാം ഏച അന്യേ ബാന്ധവാ മൃത തിലോദകം ച പിണ്ഡം ച പിതൃണാം പരിതുഷ്ടയെ സമർപ്പയാമി ഭക്ത്യാ അഹം പ്രാർത്ഥയാമി പ്രസീദമേ. അപ്പോൾ മാതൃവംശത്തിൽ മൺമറഞ്ഞു പോയ പ്രപിതാമഹന്മാർക്കും അതുപോലെ തന്നെ പിതൃവംശത്തിൽ മരിച്ചു പോയവർക്കും ഗുരു പരമ്പരയിൽപ്പെട്ടവർക്കും എല്ലാവർക്കും അർപ്പിക്കുന്ന അതിശ്രേഷ്ഠമായ കർമ്മമാണ് പിണ്ടബലി തർപ്പണക്രിയ. അതായത് ബ്രാഹ്മണർ എന്നാൽ ബൃംഹണം ചെയ്യുന്നവർ എന്നാണ് അർത്ഥം. ബൃംഹണം എന്നാൽ അറിവ് പകർന്നു തരുന്നവർ എന്നാണ് അർത്ഥം. അപ്പോൾ അറിവ് പകർന്നു തരുന്ന ഗുരുക്കന്മാർക്കും ആ ബ്രഹ്മണോ യേ പിതൃവംശജാത പിതൃവംശത്തിൽ മരിച്ച് മൺമറഞ്ഞു പോയവർക്കും, അതായത് അച്ഛനപ്പൂപ്പന്മാർ ചിറ്റപ്പന്മാർ അങ്ങനെയുള്ളവർക്കും അതുപോലെ തന്നെ മാതൃവംശത്തിലുള്ളവർക്കും അതുകൂടാതെ നമ്മുടെ ഓരോ കാലങ്ങളിൽ നമുക്ക് ദാസ്യന്മാരായിരുന്നവർക്കും സ്നേഹിതന്മാരായിരുന്നവർക്കും സേവകന്മാരായിരുന്നവർക്കും എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന അതിശ്രേഷ്ഠമായ കർമ്മമാണ് പിണ്ടബലി തർപ്പണക്രിയ. ശ്രാദ്ധം 4 വിധത്തിലാണ് കേരളത്തിൽ അനുഷ്ഠിക്കുന്നത്. പാർവണ ശ്രാദ്ധം, ഹിരണ്യശ്രാദ്ധം, ഏകോദിഷ്ട ശ്രാദ്ധം, ആമശ്രാദ്ധം. ഇതിൽ പാർവണ ശ്രാദ്ധ വിഭാഗത്തിലാണ് ആടിമാസത്തിലെ ഈ വാവ് ദിനം ആചരിക്കുന്നത്. നമുക്ക് കർക്കിടക വാവ് ബലിതർപ്പണ ക്രിയ വീടുകളിൽ ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ പുണ്യസ്ഥലങ്ങളിൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിലോ നീര് ഒഴുക്കുള്ള സ്ഥലങ്ങളിലോ ഒക്കെ ചെയ്യാവുന്നതാണ്. അതിനേക്കാൾ ഏറെ ശ്രേഷ്ഠം സമുദ്ര തീരങ്ങളിൽ ചെയ്യുന്ന പാപനാശിനികളിൽ ചെയ്യുന്നതാണ് ഏറെ ശ്രേഷ്ഠമായിട്ടുള്ളത്. വീടുകളിൽ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ അതൊരു ഗുരുസ്ഥാനീയനായ ഒരു ആചാര്യൻ്റെ നേതൃത്വത്തിൽ വേണം കൃത്യമായി ചെയ്യാനുള്ളത്. പ്രത്യേകിച്ചും പിതൃകാര്യം ദേവകാര്യങ്ങളെക്കാൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കർമ്മമാണ്. നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നത് പിതൃക്കൾക്ക് ഒരു ദിവസമാണ്. അപ്പോൾ തീർച്ചയായും ഓരോ ദിവസവും അവരെ നാം സ്മരിക്കുന്നു, ഓർമ്മിക്കുന്നു.